ഗുഡ് മോർണിംഗ് ശ്രീ കെ രാജൻ, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. സേതു നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ ഓക്കെ. നാളെ സത്യപ്രതിജ്ഞയാണല്ലോ MLA-മാരുടെ. അതെ അതെ. തിരുവനന്തപുരത്തോട്ട് തിരിക്കണം. ഓ ശരി ശരി. അപ്പൊ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമല്ലേ, തിരിക്കുമല്ലേ? അതെ, 18-ന് സത്യപ്രതിജ്ഞയ്ക്ക് ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്നതാണ്. ചില പാർട്ടി കമ്മിറ്റികളും ഒക്കെ നടക്കുന്നത് കൊണ്ടും പിന്നെ മണ്ഡലത്തിലെ ചില അനിവാര്യമായിട്ടുള്ള പൂർവ്വകാല ശുചീകരണം ഉൾപ്പെടെയുള്ള നടപടികളായിട്ട്. അപ്പം ഇന്ന് തിരിച്ച് വീണ്ടും നാളെയും മറ്റന്നാളും നിയമസഭ സമ്മേളിക്കുകയാണല്ലോ കാര്യമായി ബന്ധപ്പെട്ട്. ഓക്കെ. ഇപ്പം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. ഇപ്പം മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ രണ്ടാമത്തെ ക്യാബിനറ്റ് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നു. പാർട്ടി കോട്ടകളടക്കം ചോർന്നു പോയി. ഒരു പ്രതിപക്ഷ ബലം കുറഞ്ഞ ഒരു സമയമാണ് നിയമസഭയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ പരാജയത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി പൂർണ്ണാർത്ഥത്തിൽ ശക്തമായി തന്നെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണോ ശ്രീ കെ രാജൻ? ഉറപ്പായിട്ടും ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അനുഭവം കുറച്ച് കഠിനമേറിയൊരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പുറകോട്ട് പോകേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. പക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നു എന്ന് കരുതി ഇനി മുഴുവൻ ചരിത്രവും അങ്ങനെയാണെന്ന് കരുതിയിരിക്കലല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകിച്ചും ചുമതല. കാരണം ഇങ്ങനെ ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെയുള്ള പരാജയങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത് തന്നെയാണ്. ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികളും ഒക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നതും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് പാർട്ടിയുടെ ഏറ്റവും താഴെയുള്ള ഘടകം മുതൽ മുകളിലോട്ട് ഈ കാര്യങ്ങളെ സുതാര്യമായി മുൻവിധികളില്ലാത്ത വിധം എല്ലാവരുടെയും അഭിപ്രായം കേട്ട് ചർച്ച ചെയ്യുക. ആ ചർച്ചകളിൽ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക, തിരുത്തേണ്ടത് പൂർണ്ണമായിട്ടും തിരുത്തുക. അത് ഏത് ഘടകത്തിൻ്റെ ഭാഗത്തു നിന്ന് തിരുത്തലാണെങ്കിലും അങ്ങനെ ചെയ്യുക. സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യ പങ്കാളിത്തമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ശക്തി കൊണ്ടുവരിക. അങ്ങനെ ഒരു പുതിയ കാലത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാൻ പര്യാപ്തമാക്കുക. ഇതൊക്കെയാണ് താഴത്തെ തലത്തിലുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ. അത് ഏതെങ്കിലും വിധത്തിലുള്ള മുൻവിധികളില്ലാതെ പൂർണ്ണമായും സഖാക്കളുടെ അഭിപ്രായം കേട്ട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും അത് പരസ്യമായി ജനങ്ങളോട് പറയുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ പരിവേഷത്തിലേക്ക് തീർച്ചയായിട്ടും വലിയ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നല്ല, ഞങ്ങൾ ഉറപ്പിച്ചു കരുതുന്നത്. ആ വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിനായിരിക്കും നേതൃത്വപരമായ പങ്കുവഹിക്കുക. ഏതെങ്കിലും ഒരു ചെറിയ സ്രോതസ്സിൽ അത് അന്വേഷിക്കുകയും കണക്കുകളുടെ കളികൾ കൂട്ടി ഇല്ല എന്ന് വരുത്തുകയും ഒന്നുമല്ല. തുറന്ന പരാജയത്തെ സംബന്ധിച്ച് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി കേരളത്തിൽ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം അങ്ങയുടെ ഫ്രെയിം കാണുമ്പോഴത്തേക്ക് പുറകിൽ ഒരു അത്യാവശ്യം നല്ലൊരു ലൈബ്രറി കാണും. അപ്പം ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർക്കാനുള്ള സമയം കിട്ടാറുണ്ടോ? പുസ്തകങ്ങൾ മന്ത്രി ആയിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വേണ്ടത്ര സമയം കിട്ടാറില്ല, ആഗ്രഹിക്കുന്ന വിധത്തിൽ സമയം കിട്ടാറില്ല. ഭാര്യ നന്നായി വായിക്കുന്നയാളാണ്. അപ്പോൾ വീട്ടിൽ പുസ്തകങ്ങളാണ് പ്രധാനപ്പെട്ട കരുത്ത്. ഇനി കൂടുതൽ വായിക്കാനുള്ള സമയം കിട്ടും എന്നുള്ള ഒരു ആശ കൂടി മനസ്സിലുണ്ട്. കൂടുതൽ വായിക്കാനുള്ള നന്നായി വായിക്കാറുണ്ട്. ശ്രമം നടത്താറുണ്ട്. മന്ത്രിസഭയ്ക്കകത്തും അവസരം അത്യാവശ്യം വിനിയോഗിക്കാറുണ്ട് മന്ത്രിയായിരിക്കുമ്പോഴും. പക്ഷേ കുറച്ചുകൂടി കൂടുതൽ സമയം വേണം നമ്മളെ പോലെ പരന്ന വായനയ്ക്ക് വിധേയമാക്കുന്നവരെ സംബന്ധിച്ച്. അതെ അതെ. അപ്പോൾ ഇപ്പം ശ്രീ കെ രാജൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെയായിരിക്കും സഭയിൽ LDF-നെ നയിക്കുക. അതിൽ തീരുമാനമായി CPM-നെ നയിക്കുക. ഒരു ഉപനേതൃസ്ഥാനം എന്നൊരു ആവശ്യം അത് CPI ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ നേതൃസ്ഥാനം കിട്ടുകയാണെങ്കിൽ അങ്ങയെ അവിടേക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, അങ്ങനെയൊന്നും ഒരു തീരുമാനത്തിൽ പറയണ്ട. ഞാനിപ്പോൾ CPIയുടെ നിയമസഭാ കക്ഷി നേതാവായി എൻ്റെ പാർട്ടി എന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടി തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് രണ്ട് പാർട്ടികളും അതിൽ ഇപ്പോൾ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള RJD ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവായി തീരുമാനിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രതിപക്ഷ നേതാവ് പദം പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയായിട്ടുള്ള CPIM ആണ് തീരുമാനിക്കേണ്ടത്. അത് ഒരു തർക്കവും അക്കാര്യത്തിൽ ഞങ്ങൾക്കില്ല. അതവർ തീരുമാനിച്ചു, പാർട്ടി എന്ന നിലയിൽ തീരുമാനിച്ചു. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് ബന്ധപ്പെട്ട മറ്റു ചുമതലകൾ നിർവഹിക്കാൻ ആരൊക്കെ എന്ന് നിശ്ചയിക്കേണ്ടതുണ്ട്.
അത് CPI ആണെങ്കിൽ CPI അപ്പോൾ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തും. ശ്രീ കെ രാജൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം നേരത്തെയൊക്കെ CPIM തന്നെ വഹിച്ചിരുന്നതാണ് ഈ 2 പദവികളും. പക്ഷേ ഈ സമയത്ത് CPI ബിനോയ് വിശ്വം അദ്ദേഹം ഇത്തരമൊരു ആവശ്യം ശക്തമാക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞത് അത്തരം ഒരു വിവാദങ്ങളിലല്ല, കുറച്ചുകൂടി വിശാലമായി എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു പൊതു ഫ്രെയിം ഉണ്ടാകണം എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം. കൂടുതൽ ചുമതലകൾ വികേന്ദ്രീകരിക്കപ്പെടുകയും കൂട്ടായ ചർച്ചകളിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് പാർട്ടിയെ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള കാര്യം. അത് പല വിധത്തിലുള്ള ചുമതലകളാണ് സ്വാഭാവികമായിട്ടും LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലും LDFിലും ഞങ്ങളൊക്കെ മാറി മാറി കൊണ്ടുവരിക. അതിൽ ഇപ്പോഴത്തെ ഘടകത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകിച്ചൊരു വിവാദത്തിലേക്ക് പോകേണ്ട. സംഘടനാപരമായി പാർലമെൻ്ററി പാർട്ടിക്കകത്തും പൊതുപ്പുറത്തും ഒക്കെ LDF രൂപീകരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഘടനയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് ഞങ്ങൾ കാര്യക്ഷമമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പം ശ്രീ കെ രാജൻ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് അവർക്ക് വീടായിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി. സൈനയുടെ കുട്ടികളെ കാണാൻ വിജയിച്ചതിന് ശേഷം അങ്ങ് പോയി. ആ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാൾ കൂടിയാണ് അങ്ങ്. അപ്പോൾ ഇനി പുനരധിവാസത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കണം. അപ്പോൾ പുതിയ സർക്കാർ കൃത്യമായി അത് നടത്തുന്നുണ്ടോ എന്നൊരു ശ്രദ്ധയോടെ പ്രതിപക്ഷം ഉണ്ടാകുമോ? ഉറപ്പായിട്ടും. കാരണം അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഞാൻ നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് ആ സംവിധാനം. ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിച്ച ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങളിലെ മറക്കാനാകാത്ത ഒരു ഏടാണത്. ഒരു കേരള മോഡലാണത്. വളരെ കൃത്യമായി ഡിസൈൻ ചെയ്ത് അതിനൊരു ത്രികക്ഷി കരാറുണ്ടാക്കി ഒരു അഗ്രിമെൻ്റ് വെച്ച് ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഒക്ടോബർ വരെ അവർക്ക് കാലാവധി സ്വാഭാവികമായിട്ടും ആ കരാറിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ പൂർണ്ണമായ ഡിസൈനുകളോടെ ആ പ്രവർത്തനം പൂർത്തീകരിക്കണം എന്നവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ വിധത്തിലാണ് ആ കരാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് മാറിയാലും അതിൽ വേറെ പ്രത്യേകിച്ചൊരു മാറ്റവും വരുത്താത്ത വിധത്തിൽ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എല്ലാ കാര്യത്തിലും കേരളത്തിന് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്ന അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ക്രിയാത്മകമായ പ്രതിപക്ഷമായി എന്നാൽ നിത്യജാഗ്രതയോടെ കേരളത്തിൻ്റെ പൊതുജീവിതത്തിലുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കൂടി ഒരു പ്രശ്നമുണ്ട്. അത് ആ നാടുമായി അത്രമേൽ ഈ പ്രവർത്തനങ്ങളിൽ ചേർന്ന് നിന്ന ഒരാളെന്ന നിലയിലുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ട്. ഇപ്പോൾ വിജയേട്ടൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച 17-ാം തീയതി പാലുകാച്ചി ആദ്യത്തെ ആളായി വീട്ടിൽ പ്രവേശിച്ചു. തലേദിവസം രാത്രി കൂടി എന്നെ വിളിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് എത്താൻ പറ്റുമോ 17-ാം തീയതിയിലെ ഞായറാഴ്ചത്തെ പാലുകാച്ചൽ ചടങ്ങിന് എന്ന് വ്യക്തിപരമായി എന്നോട് ചോദിച്ചു. പക്ഷേ എത്താൻ പറ്റാത്ത വിധത്തിൽ ചില കമ്മിറ്റികൾ, പിന്നെ പിറ്റേന്ന് സത്യപ്രതിജ്ഞയ്ക്കുള്ള യാത്ര, ഞാൻ അടുത്ത ദിവസം എത്തിച്ചേരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം അവിടെ കഴിഞ്ഞ ദിവസം സൈനയുടെ മക്കളെ കാണാൻ പോയപ്പോഴും ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ എത്തിച്ചേർന്ന എല്ലാവരും പാലുകാച്ചലിന് വീട് കൂടലിനും ഒക്കെ എത്തണം എന്ന് പറഞ്ഞിട്ടുള്ള നിർബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് അവിടെ പോകേണ്ടി വരും, കാണേണ്ടി വരും. അവരൊക്കെ ആയിട്ടുള്ള ആത്മബന്ധവും ശ്രീ കെ രാജൻ, ഇപ്പം അങ്ങക്ക് ഈ വയനാട് ആ ജനത അത് എത്രമാത്രം വൈകാരികമാണ്? കാരണം എന്ന് വെച്ചാൽ ഇപ്പം സൈന അവരുടെ മക്കളെ കാണാൻ അങ്ങ് പോയി. മക്കളോട് എൻ്റെ മക്കളെ കാണാൻ ജയിച്ചതിന് ശേഷം വരണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇന്നലെ വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷിൻ്റെ സന്തോഷം കണ്ടു. അപ്പം അവർക്കൊക്കെ ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ അങ്ങക്ക് അത് എത്രത്തോളം വൈകാരികമാണ്? വളരെ വൈകാരികമാണ്. കാരണം ഒരുപക്ഷെ കേരളത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ തലമുറയൊന്നും കണ്ടിട്ടില്ലാത്ത വിധം അതിഭീകരമായിട്ടുള്ളൊരു ദുരന്ത മുഹൂർത്തത്തിൽ നിന്നാണ് അവരോടൊപ്പം ചേരുന്നത്. ഏറ്റവും അടുപ്പത്തിൽ ഇപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നവർ വരെ പല ഘട്ടത്തിലും ചീത്ത പറഞ്ഞിട്ടുണ്ട്, പല ഘട്ടത്തിലും സമരങ്ങളിലേക്ക് പോയിട്ടുണ്ട്, അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും വേറെ പ്രത്യേകിച്ച് എതിരഭിപ്രായമോ പ്രയാസമോ രേഖപ്പെടുത്താതെ അവരുടെ ഓരോ ചെറു കാര്യങ്ങളിലും അവരൊരു ദുരന്തബാധിതരായ മനുഷ്യരാണ്, നഷ്ടങ്ങളുണ്ടായ മനുഷ്യരാണെന്ന തിരിച്ചറിവോടെ എനിക്കങ്ങനെ ഒരു നഷ്ടമുണ്ടായാൽ എന്തായിരിക്കും എൻ്റെ പ്രതികരണം എന്ന് സ്വയം മനസ്സിനോട് തന്നെ ചോദിച്ച് നിൽക്കാൻ പറ്റിയ ഒരാളെന്ന നിലയിലാണ് വ്യക്തിപരമായി അവരുമായിട്ടുള്ള ആത്മബന്ധം. അത് നല്ലതുപോലെ തുടരുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ഫലം വന്നു, ഗവൺമെൻറ് മാറി, ഇതൊക്കെ അറിഞ്ഞിട്ടും അവരാ സ്നേഹവും സന്തോഷവും തുടർച്ചയായിട്ട് തുടരുന്നുണ്ട് എന്നുള്ളത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഉള്ളുലയ്ക്കുന്ന ഒരു സ്നേഹമാണ്. അത് ആ ഉള്ളുലയ്ക്കുന്ന സ്നേഹത്തെ അതുപോലെ തന്നെ നിർത്തി മുന്നോട്ട് പോകും. അവരിലൊരാളായി അവരുടെ കാര്യങ്ങൾ കേട്ടും ചെയ്യാവുന്ന വിധത്തിൽ സഹായിച്ചും ഒക്കെ മുന്നോട്ട് പോകും. ഓക്കെ. ശ്രീ കെ രാജൻ, ഇപ്പം കേരളത്തിൽ 5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തൊരു സർക്കാരാണ്. 62 ലക്ഷം പേർക്ക് 2000 രൂപ പെൻഷൻ കൊടുത്തൊരു സർക്കാരാണ്. ദേശീയപാത വികസനം,
കിഫ്ബി പദ്ധതികൾ, KSRTC അടക്കമുള്ള സർക്കാർ സംരംഭങ്ങൾ ഒക്കെയായി സർവ്വതല സ്പർശിയായി വികസനം കണ്ട വർഷങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കഴിഞ്ഞു പോയത്. എന്നിട്ടും ജനങ്ങൾ വെറുപ്പോടുകൂടി വോട്ട് ചെയ്തെങ്കിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്നല്ലേ പാർട്ടി കണക്കാക്കേണ്ടത്? അതൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ടോ? ഉറപ്പായിട്ടും അത് കേവലം ഭരണരംഗത്ത് മാത്രമാണെന്ന് നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെ. ഭരണരംഗം മാത്രമല്ല, സംഘടനാ രംഗവും ഒക്കെ അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അന്ത്യം കുറിക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ ഗൂഢാലോചന എന്ന് പറയണോ, ആസൂത്രിതമായിട്ടുള്ള ആക്രമണം എന്ന് പറയണോ, അത് ഇന്നലെ ആരംഭിച്ചതല്ല. വളരെ ദീർഘകാലമായൊരു സമയമെടുത്ത് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇത്രയേറെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറയേണ്ടതാണ് സേതു, 5 ലക്ഷത്തോളം ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കിയ പട്ടയവും അതിദരിദ്രരില്ലാത്ത കേരളവും ഉൾപ്പെടെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലാവുന്ന നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും ആ പദ്ധതികളെ അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നെഗറ്റീവിനെ കൊണ്ടുവരാനും വ്യത്യസ്തമായിട്ടുള്ള പക്ഷങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പല വിധത്തിലുള്ള ആയുധങ്ങൾ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതൊരു കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, അത് പല വിധത്തിലുള്ള പ്രചരണങ്ങൾ, പണാധിപത്യം, മതജാതി ചിന്തകൾ, ഇതെല്ലാം അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങളാരും പിഴവില്ലാത്തവരായിരുന്നു, ഞങ്ങളെല്ലാവരും കൃത്യമായിരുന്നു, അതുകൊണ്ട് അവരുടെ മാത്രം അങ്ങനെ ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങളുടെ പിഴവുണ്ടാകും സ്വാഭാവികമായിട്ടും. അത് ആളുകൾ സംസാരിക്കട്ടെ, ആളുകൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല. അതോടൊപ്പം തന്നെ അപകടകരമാം വിധം ജനാധിപത്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖത്തെ ഇല്ലാതാക്കാൻ, മതേതര മുഖത്തെ ഇല്ലാതാക്കാൻ, ജനാധിപത്യ അന്തസ്സത്തെ തകർക്കാൻ കൂടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതും പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് വരാൻ പോകുന്ന കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഗുണകരമായിരിക്കും. 57 മുതലുള്ള കേരളത്തിൻ്റെ ചരിത്രം ആവർത്തിച്ചെടുത്ത് വായിക്കുക എന്നല്ല, പക്ഷേ ആ ചരിത്രബോധത്തിൽ നിന്നുകൊണ്ട് പുതിയ കാലത്ത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകളുണ്ടോ, ഉണ്ടെങ്കിൽ അത് കേൾക്കുക, തിരുത്തുക, ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിനെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യം കുറിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടിച്ചേരാവുന്ന എല്ലാവരുടെയും അപകടകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടായിട്ടുണ്ട്. അതും പരിശോധനയ്ക്ക് വിധേയമാക്കും. തുറന്ന ചർച്ചയാണ്. ഏറ്റവും താഴെയുള്ള സഖാക്കളുമായി ആ കാര്യം സംസാരിക്കും. പാർട്ടി ഘടകങ്ങളോട് മാത്രമല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന മിത്രങ്ങളോട് ആ കാര്യങ്ങൾ സംസാരിക്കും. അവർ പറയുന്നതെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള മുൻവിധികളില്ലാതെ കൃത്യതയോടെ മനസ്സിലാക്കി അതിനോട് മറ്റൊരർത്ഥത്തിൽ പ്രതികരിക്കാതെ വളരെ സമചിത്തതയോടെ അത് കേട്ടും പഠിച്ചും നല്ല പരിശോധന നടത്തേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. അതിലൊന്നിൽ തട്ടി നിന്നാൽ അതൊരു വിപ്ലവമായിരിക്കും. അത് തൊലിപ്പുറത്തുള്ള ചികിത്സയ്ക്ക് മാത്രമേ ഗുണം ചെയ്യുള്ളൂ. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാളെ കുറ്റപ്പെടുത്താം, ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താം, ഒരു പാർട്ടി ഘടകത്തെ കുറ്റപ്പെടുത്താം. അതുകൊണ്ട് തീരുന്നതല്ല ഈ പ്രശ്നം. കുറെ കൂടി ആഴത്തിലേക്ക് അത് പോയിട്ടുണ്ട്. നടന്നു വരികയാണ്. നേതാക്കൾക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ അണികൾ ഉയർത്തുന്നുണ്ട്. അത് പ്രത്യേകിച്ചും സർക്കാരിനെ നയിച്ച പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും അടക്കം വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് അണികളൊക്കെയും. CPM-നുള്ള ഇത് ഇക്കാര്യങ്ങൾ CPI കൂടി വിലയിരുത്തുന്നുണ്ടോ? അല്ല, ഉറപ്പായിട്ടും വിലയിരുത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിമർശന വിധേയരല്ലാത്ത ആരുമില്ല. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ, ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരെ വിമർശനത്തിന് വിധേയമാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ജനാധിപത്യ സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടുള്ള ഒരു കേന്ദ്രീകരണമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വം. ആ ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ വിമർശിക്കാൻ പറ്റാത്തവരാരുമില്ല. ആരെയും വിമർശിക്കട്ടെ. ഇപ്പോൾ സേതു പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് ഓരോ മാധ്യമങ്ങളുടെയും ഈ യോഗങ്ങൾക്കകത്തുള്ള ലേഖകന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുടെ കൃതികളും ചില യാഥാർത്ഥ്യങ്ങളും ചില കൃതികളും ഒക്കെ കൂടിയായിരിക്കും വരുന്ന വാർത്തകൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി CPI മാത്രമല്ല, CPM ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആത്മപരിശോധനയ്ക്കും വിമർശനത്തിനും സ്വയം വിമർശനത്തിനും സഹിഷ്ണുതയോടെ കേൾക്കാനും തയ്യാറാകേണ്ട ഒരു ഘട്ടമാണ്. ആ പ്രക്രിയയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ആ പ്രക്രിയ കേവലമായ ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, ആ പ്രക്രിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ രക്ഷിക്കാനാണ്. അതുവഴി കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്, കേരളത്തിൻ്റെ അവകാശങ്ങളെ കൂടി രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ആ പ്രവർത്തനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. CPI ഉറപ്പായിട്ടും ആ ബോധ്യത്തിലാണ് നിൽക്കുന്നത്.
നിശ്ചയം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തിരികെ വന്നേ മതിയാവുകയുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ, അതിൻ്റെ അടിത്തറ ബലപ്പെടുത്താനായി. ശ്രീ കെ രാജൻ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും സേതു, വളരെ സന്തോഷം. നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് MLA എന്ന നിലയിലുള്ള പ്രവർത്തനം, പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വ നിരയിൽ തന്നെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമൊക്കെ വരും കാലത്ത് നല്ലതുപോലെ ആലോചിച്ച് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കേവലം എടുക്കുന്ന എല്ലാ തീരുമാനത്തെയും എതിർക്കുന്നവർ എന്ന നിലയിലല്ല, വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി ഞങ്ങൾ പ്രവർത്തിക്കും. നല്ല കാര്യങ്ങളെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കും. കേരളം വഴിതെറ്റിപ്പോയാൽ, കേരളത്തിന് ലക്ഷ്യമാകുന്ന അവകാശങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയാൽ കർശനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ജാഗ്രതയും ഞങ്ങൾക്കിടയിലുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മപരിശോധന മാത്രമല്ല, സംഘടനാപരമായി ഉയർന്നു വരേണ്ടതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ പ്രതിപക്ഷമായി ജനവിധി മാനിച്ചും അംഗീകരിച്ചും തന്നെ കേരളത്തിൽ നിലനിൽക്കും. സേതു, പ്രത്യേക സന്തോഷം സംസാരിക്കാൻ. അങ്ങേക്ക് ഞാൻ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ, ഇനി കുറേയധികം പുസ്തകങ്ങൾ കൂടി വായിക്കാനുള്ള സമയം കിട്ടട്ടെ. ഞങ്ങളുടെ പ്രേക്ഷകർക്കും എനിക്കുമൊക്കെ 1-2 പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടോ? അല്ല, ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യണില്ല നിങ്ങളോട്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ വായിക്കും. ഞങ്ങളുടെ വായന ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പുതിയ സജസ്റ്റ് ചെയ്യാം, അത് വായിക്കും. വായനയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വേലിക്കെട്ടുകൾ ഞങ്ങൾ വെച്ചിട്ടില്ല. ശരി, അപ്പോൾ ശ്രീ കെ രാജൻ, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, സന്തോഷം.